മഹത്വമുള്ള ഗുണങ്ങളുള്ള വ്യക്തികളെ പരിഹസിക്കുകയും ചീത്ത വിളിക്കുന്നത് നമുക്ക് ധാരാളം കേൾക്കാം. എന്തെങ്കിലും ഒരു മഹത്വമുള്ള കാര്യം അത് ഇതിന്റെ ശ്രോതാക്കൾ കാണിച്ചാലും എല്ലാവരും നല്ലത് പറയില്ല, അവര് പരിഹസിക്കും. എന്തുകൊണ്ടാണ് പരിഹസിക്കുന്നത്? ആ പരിഹസിക്കുന്നവരെയും ദേഷ്യപ്പെടുന്നവരുടെയും കുറ്റം അല്ല. എന്റെ മുമ്പിൽ വെച്ചിട്ട് ഒരാള് അയാളുടെ കുട്ടിയെ തല്ലി. ചെറിയ തല്ലാണെങ്കിൽ ഒന്നും മിണ്ടില്ല, അയാളുടെ കുട്ടിയെ തല്ലിയല്ലേ. വല്ലാത്ത തല്ലോ ആ കുട്ടിയുടെ കൈ കുത്തി മുറിക്കാനോ തുടങ്ങിയാലോ പിന്നെ കൈ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ആ വ്യക്തിയോട് കനത്ത വിരോധം ഉണ്ടാവും, നമ്മൾ റിയാക്ട് ചെയ്യും. ചെറുതായിട്ടൊരു തല്ല കൊടുക്കലൊക്കെ നമ്മളും കുട്ടികളെ തല്ലും. നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത കാര്യത്തിലേക്ക് എത്തുമ്പോൾ നാം എതിർക്കും, റിയാക്ട് ചെയ്യും. ഏത് കാര്യവും അങ്ങനെയാണ്. കനത്ത കുറ്റകൃത്യങ്ങൾ ചെയ്തവര് തെളിവെടുക്കാനായിട്ട് പോലീസ് അവരെ കൊണ്ടുവരുമ്പോൾ ജനക്കൂട്ടം വളരെ ദേഷ്യത്തില് അവരുടെ നേരെ വരാൻ കാരണമുണ്ട്. അവർക്ക് ഈ കുറ്റകൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിലോ, ജോലിയിലിരിക്കുന്നു, അപ്പൊ ക്യാഷ് ലീവിന് എഴുതി കൊടുത്തു. അപ്പോ യഥാർത്ഥത്തില് ഫുട്ബോൾ കളി കാണാനാണ് പോകേണ്ടത്. അപ്പൊ ഫുട്ബോൾ കളി കാണാൻ ഇപ്പൊ പോകണ്ടല്ല, ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്ഥിതിക്ക് അതിനു വേണ്ടി ലീവ് എടുക്കും. ക്യാഷ് ലീവ് എന്ന് പറഞ്ഞാൽ തന്നെ അമിതമായി നടക്കുന്നതല്ലേ. അപ്പൊ ശരീരസുഖമില്ലാത്തോണ്ടോ കോൾഡ് പിടിച്ചോണ്ടോ എന്ന് എഴുതി കൊടുക്കും. അത് പിന്നെ അങ്ങനെ അല്ലാന്നറിഞ്ഞാലും അങ്ങനെ ക്ഷുഭിതരാവുന്നില്ല. കാരണം അതൊക്കെ എല്ലാവരും ഒക്കെ ചെയ്യുന്നത് ആണ്. ഇങ്ങനെ നിസ്സാരമെന്ന് പറയുന്ന പല കാര്യങ്ങളും നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തു പോകും. ക്യാഷ് ലീവ് എഴുതുമ്പോൾ ഇയാൾ സത്യസന്ധനാണ് എന്നൊക്കെ പറഞ്ഞു, പക്ഷെ ലീവിന് എഴുതി കൊടുത്തപ്പോ റീസൺ മാറിയെന്നോ. ഇതുപോലെ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മളും അതേമാതിരി ചെയ്യുന്നതാണ്. ഭാര്യയായിട്ട് കലഹിച്ചു, ഒക്കെ എല്ലാവരും കലഹിക്കില്ലേ. അതൊരു പരിധി കടക്കുമ്പോഴാണ് പ്രശ്നം. എന്താ പ്രശ്നം? പരിധി കിടക്കുമ്പോൾ നമുക്ക് അതായിട്ട് താതാത്മ്യം പ്രാപിക്കാൻ പറ്റാത്ത വിധത്തിലാവും. അതല്ലേ വലിയ കൊലപാതകികളൊക്കെ കാണുമ്പോൾ അയ്യോ ഇത്ര വലുതോ, ചെറിയൊരു അടി കൊടുക്കുന്നതിനൊക്കെ നമുക്ക് യോജിപ്പായിരിക്കും. പക്ഷെ ഇത്ര ക്രൂരമായി ചെയ്യുമ്പോൾ നമുക്ക് താതാത്മ്യം പ്രാപിക്കാൻ പറ്റില്ല. ഇതുപോലെ നമ്മളിലില്ലാത്ത നന്മകൾ വേറെ ആൾ ചെയ്താലോ, അയാളുടെ ഇതുവരെ സമ്പാദ്യം മുഴുവൻ അയാൾ അനാഥാലയത്തിലേക്ക് കൊടുത്തു, നമ്മൾ ചെയ്യില്ല, അയാൾ ചെയ്തിരിക്കണു. അയാൾ നമ്മളോടൊപ്പം ഇവിടെ ജീവിച്ചിരിക്കുന്ന ആളാ. ഇതുപോലെ ക്ഷോഭം നമ്മളുണ്ടാവും. വെറുതെ ഓരോന്നുണ്ടാക്കുന്ന കള്ളപ്പണാതെ. നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാത്ത നന്മകൾ ആര് ചെയ്തുവോ അവരോട് ബദ്ധശത്രുത തോന്നും. ജീവിതം മുഴുവൻ മാറ്റിവെച്ചു, കല്യാണം കഴിച്ചിട്ടില്ല, ആതുര സേവനത്തിന് പ്രതിഫലമില്ലാതെ. ഇതൊക്കെ വെറുതെ കള്ളത്തരം കാണിക്കണമെന്ന്. കാരണം നമ്മളെ ചെയ്യില്ല.
പരമാവധി നമ്മൾ 100 റുപ്യ പിരിവ് കൊടുക്കും, അതിലപ്പുറം നമ്മൾ ചെയ്യില്ല. കള്ളത്തരാണേ. പേപ്പറിൽ പേര് വരാൻ വേണ്ടി ചെയ്യുന്നതാണേ. കല്യാണം കഴിച്ചില്ല എന്നൊക്കെ പറഞ്ഞൊക്കെ വെറുതെയാണ്. രഹസ്യമായിട്ടൊരു ഭാര്യ ഒരിടത്തൊക്കെ ഉണ്ട്. ഒടുവിൽ വളരെ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴോ നമ്മൾ ക്രുദ്ധരാവും. അങ്ങനത്തെ വ്യക്തികളെ ആക്രമിക്കുക വരെ ചെയ്യും. വളരെ വലിയ നന്മ, നമ്മളില്ലാത്തൊരു നന്മ കാണിക്കുമ്പോൾ, ഒരു അനാഥ കുട്ടിയെ എടുത്തിട്ട് ഒരാൾ വളർത്തുകയാണ്. എല്ലാവരും ചെയ്തില്ല. വലുതാവുമ്പോ അറിയാം, അനുഭവിച്ചോളും. എന്താ വെച്ചാൽ നമ്മൾ ചെയ്യാത്തൊരു നന്മയാണ് വേറൊരാൾ ചെയ്യണത്. അതൊക്കെ അനുഭവിച്ചോളും. വലുതാവുമ്പോ കുട്ടി എതിരായിട്ട് തിരിയും. മക്കളില്ലാത്ത എൻ്റെ ഒരു കഥാപാത്രം ഏണാങ്കശേഖരൻ, സ്കൂട്ടർ സീരിയലിലെ നായകനാണ്. അതിന്റെ 2ാം ഭാഗം ഞാൻ തന്നെ എഴുതിയ ശ്രീമന്തം. മക്കളില്ലാത്ത മാഷ് സമുദ്രതീരത്തുള്ളൊരു കുട്ടി അനാഥയായപ്പോൾ ദത്തെടുത്തു. അപ്പൊ ഉടനെ ആളുകൾ വാക്ക് മാറ്റി. ആ പയ്യൻ വലുതായിട്ട് അവന്റെ കൈ കൊണ്ട് തല്ലി കിട്ടുന്നു. ഇതാ സ്വഭാവം. നമുക്ക് ഇല്ലാത്ത വലിയൊരു ഗുണം ആര് കാണിക്കുമ്പോഴും റിയാക്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ എന്നെ സ്വാധീനിച്ചൊരു സംഭവമാണ്. ഒരു ഗ്രാമത്തിൽ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കും. എല്ലാ തവണയും ഒരാളെ എടുക്കുക. കാരണം 100% വോട്ട് അയാൾക്കാണ്. ഒരു എതിരഭിപ്രായം ഇല്ലാത്തൊരു നല്ല ആള്. അയാൾ കൈക്കൂലി വാങ്ങില്ല. ജീവിതം മുഴുവൻ നന്മയ്ക്ക് വേണ്ടി മാറ്റിവെച്ച വ്യക്തിയാണ്. എല്ലാ സൽഗുണമുണ്ട്. വോട്ട് എണ്ണുന്നതിൻ്റെ മുമ്പ് അറിയാം 100% വോട്ടും അദ്ദേഹത്തിനാവുമെന്ന്. അങ്ങനെ ഇരിക്കെ ഒരു തെരഞ്ഞെടുപ്പ് വന്നു. ആധുനിക കാലം. ഇദ്ദേഹമാണ് സ്ഥാനാർത്ഥി. ഒരാള് വോട്ട് ചെയ്യാൻ വന്നു. വോട്ട് ചെയ്യാൻ വന്ന ആൾക്ക് കണ്ണി കാണാത്ത ഒരു വ്യക്തിയാണ്. അപ്പൊ അയാൾക്ക് വേണ്ടി വേറെ ആരെങ്കിലാണ് വോട്ട് ചെയ്യുന്നത്. ആർക്കാ വോട്ട് കൊടുക്കേണ്ടതെന്ന് അയാൾ പറഞ്ഞു. ഈ സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞു. അയാൾക്കൊഴിച്ച് ആരൊക്കെ കൊടുത്താലും വിരോധമില്ല. അങ്ങനെയാണോ? ആയിക്കോട്ടെ. ഉദ്യോഗസ്ഥന്മാർക്ക് ഇയാൾക്കൊഴികെ എതിർ സ്ഥാനാർത്ഥി കൊടുത്തു. അദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ട്, മാന്യനാണ്. അദ്ദേഹത്തിന് തോന്നി ഒരു വോട്ട് നഷ്ടപ്പെട്ടു തവണ. കണ്ണാണാത്ത ആൾ ചോദിച്ചു, ശരിക്ക് വോട്ട് കുത്തിയില്ലേ? ശരിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്, അയാൾക്ക് കിട്ടരുത്. ഇയാൾ നടന്നു പോകുമ്പോ എല്ലാ വോട്ടും കിട്ടുമായിരുന്ന സ്ഥാനാർത്ഥി ആ മാന്യ വ്യക്തി കൂടെ ചെന്നു. ഒരു സംശയം ചോദിക്കാനാണ്. എല്ലാവരും വോട്ട് ഇന്ന ആൾക്കാർ ചെയ്യണമെന്നാണ് കേട്ടത്. അതെ, ഇവിടെ എല്ലാ തവണയും അയാളാണല്ലോ ജയിക്കാറ്. നിങ്ങളിപ്പോ മാറി വോട്ട് ചെയ്യാൻ കാരണം എന്താ? ഇത്ര ദേഷ്യത്തിൽ ആൾക്ക് കൊടുക്കരുത്. അയാൾ വല്ല കുറ്റം ചെയ്തോ? ഇല്ലാന്ന്. കുറ്റം ചെയ്തിട്ടില്ല. ജനിച്ച നാൾ തൊട്ട് കേൾക്കുകയാണ് അയാള് മഹാനായ ആളാണ്, അയാള് സത്യസന്ധനാണ്, അയാള് മനുഷ്യത്തെക്ക് കേട്ട് ദേഷ്യം വന്നിറങ്ങി. ഇങ്ങനെ സത്യസന്ധന, അങ്ങനെ സത്യസന്ധനൊന്നും ഇല്ലാന്ന് ഈ ലോകത്ത്. എന്താ അത്? എവിടെ പോയാലും ആ ആളെ പറ്റി ഗുണം അയാൾ ഉണ്ടായുള്ള ഈ കാര്യം ഉണ്ടായി, അയാളുണ്ടായതുകൊണ്ടാണ് ഇത് നടന്നത്. അങ്ങനെ ഈ ലോകത്ത് നന്മയൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു കുത്തിയത്. ചിന്തിക്കേണ്ട വിഷയം ആണ് ഇത്. വലിയ നന്മ അതും നമ്മളിരിക്കുമ്പോൾ. ഇപ്പൊ പലരും പറയാറുണ്ട്, ആക്കെ മരിച്ചുപോയി അവരൊക്കെ. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ആരും മഹാനില്ല. ആരെയാ പറഞ്ഞ്? മഹത്വമുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ മരിച്ചുപോയി. ഇപ്പോഴോ? ഇപ്പൊ ആരുമില്ല. എന്താറിയോ? നമ്മൾ കാണുന്നില്ല. അവര് ജീവിച്ചിരിക്കുമ്പോഴും ആ മഹത്വമൊന്നും കണ്ടിട്ടൊന്നുമില്ല.
കൃഷ്ണൻ ജീവിച്ചിരിക്കുമ്പോൾ ബന്ധുക്കളൊക്കെ കൃഷ്ണനെതിരായിരുന്നു, കൃഷ്ണനെ ചീത്ത പറയായിരുന്നു. ഇനി കൃഷ്ണൻ എന്നല്ല, ഏതൊരു വ്യക്തി എടുത്തിരുന്നാലും അവര് ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരെക്കുറിച്ച് നല്ലത് പറഞ്ഞിട്ടില്ല. അവരുടെ കാലശേഷം ഇവരിപ്പോ ജീവിച്ചിരിക്കുമ്പോൾ ഈ മത്സരത്തിന്റെ ലോകത്ത് നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് നന്മയെ നമ്മൾ അംഗീകരിക്കില്ല. അതയാൾ കാശ് കൊടുത്ത് ഇൻകം ടാക്സ് വെട്ടിക്കാനാണ്. കോടികളുടെ ഇൻകം ടാക്സ് കയ്യിലുണ്ട്, അത് വെട്ടിക്കാൻ കൊടുത്താവും. അതായത് കൊടുത്ത് പത്രത്തിൽ ഫോട്ടോ വരാൻ കൊടുക്കുകയല്ലേ, പേപ്പറിൽ ഫോട്ടോ വരാൻ. നന്മയെ അംഗീകരിക്കില്ല. തിന്മയുമായിട്ട് താതാത്മ്യം പ്രാപിക്കുമ്പോൾ ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ ദേഷ്യപ്പെടുന്നുണ്ടല്ലോ. തെളിവെടുപ്പിന് കുറ്റവാളിയെ കൊണ്ടുവരുമ്പോൾ ക്ഷുഭിതരാകുന്നില്ലേ? കാരണം അയാൾ ചെയ്ത് അത്ര തിന്മ നമുക്ക് ആലോചിക്കാൻ കഴിയില്ല. അതുപോലെ നന്മയും നമുക്ക് താങ്ങാൻ കഴിയില്ല. നമ്മുടെ ചുറ്റുമുള്ള ഒരാള് ഇങ്ങനെയൊക്കെ രാത്രി മുഴുവൻ ഉറക്കൊഴിച്ചിട്ട് കാവലിരുന്നിട്ട് ചോദിച്ചാ, മുഴുവൻ ഉറക്കൊഴിച്ചിട്ടൊന്നും ഉണ്ടാവില്ല എന്ന് വെറുതെ പറയണം. അയാൾ നുണയെ പറയുള്ളൂ. ഒരു 11 മണി വരെ ഉണ്ടാവും, അയാൾ ഇപ്പുറത്ത് കിടന്നുറങ്ങിണ്ടാവും, ഉറക്കൊഴിക്കുക. അയാൾ അങ്ങനെ നല്ലവണ്ണമെന്നല്ല. ഇങ്ങനെ പറയുന്നതാണ് സമൂഹത്തിന്റെ ശീലം അല്ലേ എന്ന കാര്യം ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.